ഡിജിറ്റൽ യുഗത്തിൽ വായനാരസത്തെ ആവോളം നുകരാൻ അവസരം നൽകുകയാണ് മേപ്പയിൽ SB സ്കൂൾ. കുട്ടികളെ ഡിജിറ്റൽ ഉപകരണങ്ങൾക്ക് വിട്ടുനൽകാതെ പുതിയ കാലത്ത് അവർക്ക് മുന്നേറാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഡിജിറ്റൽ വായനയ്ക്ക് വിദ്യാലയം തുടക്കമിടുന്നത്. ഒരു ദിവസം കാലത്തെ സുഹറയും മജീദും കൂടി അയൽവക്കങ്ങളിൽ നിന്നെല്ലാം പൂച്ചെടിക്കമ്പുകൾ ശേഖരിച്ചു കൊണ്ടുവരികയായിരുന്നു. മജീദിൻ്റെ വീടിൻ്റെ മുറ്റത്തിനരികിൽ ഒരു തോട്ടം നിർമ്മിക്കാൻ പൂച്ചെടിക്കമ്പുകൾ സുഹറയാണ് ചുമന്നിരുന്നത്. വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ തെരഞ്ഞെടുത്ത് വായിക്കാം. പ്രശസ്ത എഴുത്തുകാരുടെ 1000-ലേറെ പുസ്തകങ്ങളാണ് ഈ ഡിജിറ്റൽ ലോക്കറിലൂടെ ലഭ്യമാവുക. ഫേസ്ബുക്ക്, ഇ-റീഡർ, വാട്സപ്പ്, ഇ-ബുക്ക് എന്നിവയെല്ലാം പുതിയ കാലഘട്ടത്തിലെ ഈ വായനയ്ക്ക് കുട്ടികൾക്ക് സഹായത്തിനെത്തും. 1000-ഓളം പുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിൽ അവരുടെ വീട്ടകങ്ങളിലേക്ക് എത്താനും അതോടൊപ്പം അത് വായിക്കാനും അതിനെ തുടർന്ന് രക്ഷിതാക്കൾക്കൊപ്പമുള്ള ചർച്ചകൾക്കും ഒക്കെയുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളത് എന്തായാലും ഇത്തരം പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലൊരു വായനാശീലം കൂടി ഭാവിയിൽ ഉണ്ടാവുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യേക സമയമോ സ്ഥലമോ നോക്കാതെ ഒഴിവുവേളകൾ വായനയ്ക്ക് പ്രയോജനപ്പെടുത്താമെന്നതാണ് ഈ വായനയുടെ പ്രധാന സവിശേഷത. ഇതോടൊപ്പം വായിച്ച പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പുകൾ വിദ്യാർത്ഥികൾ പരസ്പരം കത്തെഴുതി പങ്കുവയ്ക്കും. ഇതിലൂടെ കുറേയധികം കഥകളും കവിതകളും പുസ്തകങ്ങളും ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ ഇത് വായിച്ചിട്ട് അതിൻ്റെ അനുഭവക്കുറിപ്പും കഥകളുടെ ആശയവും ഒക്കെ ഞങ്ങളുടെ കൂട്ടുകാർക്ക് കത്തുകളിലൂടെ അയച്ചു കൊടുക്കാറുണ്ട്. വിരൽത്തുമ്പിലെ വിസ്മയങ്ങളിലൂടെ വിവരസാങ്കേതിക വിദ്യ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിൽ കത്തെഴുത്തിലൂടെ പഴമയുടെ വീണ്ടെടുപ്പിനും ഒരുങ്ങുകയാണ് മേപ്പയിൽ SB സ്കൂളിലെ കുട്ടികൾ. വായനയും പുസ്തകവും പുതിയ ലോകവും ജീവിതവും നൽകുമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിയ കാലമാണ് കടന്നുപോയത്. പുസ്തകങ്ങൾ വാങ്ങാനും പരിചയപ്പെടുത്താനും പുതിയ എഴുത്തുകാരെ സൃഷ്ടിക്കാനും നവമാധ്യമങ്ങൾ വലിയ സഹായമാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.